പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാനാം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ പോലെ ഞങ്ങളെയും നീ വളർത്തിയെടുക്കണമേ ഔസേ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഔസേ പിതാവിൻ്റെ മധ്യസ്ഥം വഴി നീയും നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്ഥാപനങ്ങളും പഠനങ്ങളും ആശീർവദിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ. ഇന്ന് ബുധനാഴ്ച കർത്താവിൻ്റെ മക്കളെ, ഔസേ പിതാവിൻ്റെ നിവേദനകൾ പല സ്ഥലങ്ങളിലും പല ദേവാലയങ്ങളിലും നടത്താറുണ്ട്. ദൈവജനങ്ങൾ ധാരാളമായി പോകാറുണ്ട്, അനുഗ്രഹം കിട്ടാറുണ്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കുമ്പളങ്ങി തന്നെയുള്ളൊരു മകള് കണ്ണമാലിലെ ആൻറ്റി ചെറുപ്പത്തിലെ ഔസേപിതാവിൻ്റെ അടുക്ക കൊണ്ടുപോയി ഒരു വിശ്വാസം പറഞ്ഞു കൊടുക്കുകയും അവിടുന്ന് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നീതിമാനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഏത് കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാൻ മറന്നു പോകാത്തൊരു പെങ്കൊച്ച്. ഹല്ലേലൂയ. ഒരു ഈശോയുടെ മോള്, നല്ലൊരു മോള്. കാരണം അവളുടെ ജീവിതത്തിൽ പഠനങ്ങളായിരുന്നാലും ജോലിയുടെ മേഖലയായിരുന്നാലും വിവാഹമായിരുന്നാലും അനുഗ്രഹം തന്നെ. ഹല്ലേലൂയ. മക്കളെ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വിശുദ്ധന്മാരുണ്ടാകാം, അവരുടെ മാധ്യസ്ഥം വഴിയും. ഇന്ന് പ്രത്യേകിച്ച് നീതിമാനായ ഔസേപിതാവ്, എൻ്റെ പേരുള്ള പുണ്യാളൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ മകൾ എന്നോട് പറഞ്ഞത് ഇതാണ്: ബ്രദറെ, ഞാൻ ഏത് കാര്യത്തിനും ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ റിസൾട്ട് കിട്ടാറുണ്ട്. ഒരിക്കൽ ബാംഗ്ലൂരിനപ്പുറം, സിറ്റിക്ക് ഔട്ടറാണ്, കുറച്ച് ദൂരം, ഔട്ടറാണോ എന്നറിയില്ല, ബാംഗ്ലൂർ വെച്ച് തന്നെയാണ് അവൾക്ക്. അപ്പോൾ ഔസേപിതാവിൻ്റെ അടുക്ക ചെന്ന് പ്രാർത്ഥിക്കുകയും ഔസേപിതാവിനോട് മധ്യസ്ഥം യാചിച്ചു. ഔസേപിതാവേ, ഞാൻ ഒറ്റയ്ക്കാണ് പോണേ, ആരുമില്ല, എനിക്കൊരു കൂട്ടില്ല, എനിക്ക് വഴിയറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി എന്നാണ് ആ കൊച്ചു പറയുന്നത്. ഹല്ലേലൂയ. കൊച്ചിൻ്റെ പേര് നിമ്മി കുമ്പളങ്ങിയാണ്. മാതാപിതാക്കളും ധ്യാനത്തിനൊക്കെ വരാറുള്ളതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ ആ കൊച്ചിന് വഴി പറഞ്ഞു കൊടുത്ത്, വണ്ടി പറഞ്ഞു കൊടുത്ത്, വണ്ടിയിൽ കയറ്റി വിട്ടു. ഒരു വയസ്സായ അപ്പൂപ്പൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇയാളെ കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഔസേപിതാവിൻ്റെ ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഒന്നും രണ്ടുമല്ല, എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്, കുറേ സാക്ഷ്യങ്ങളുണ്ട്. യെസ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ പ്രത്യേകിച്ച് ആ 2 നിയോഗവും ഇല്ലേ മക്കളെ, നിങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങളത് ഇവിടെ വന്ന് ഒന്നിൽ വോയിസ് ഇടുക, വിളിച്ചു പറഞ്ഞതിൻ്റെ ഉപരി വോയിസ് ഇട്ടാൽ ഞാനത് ഗ്രൂപ്പിൽ കൊടുത്തോളാം. എന്തോരം മക്കൾക്കാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് എത്രയോ മക്കൾ വിളിച്ചു പറയുന്നുണ്ട് അത് കിട്ടി ഇത് കിട്ടിയെന്ന്. ഒരു വോയിസ് ഇടാൻ വേണ്ടി നിങ്ങളൊന്ന് ഇച്ചിരി സമയം മെനക്കെടും മക്കളെ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ അസാധ്യമായ ആ 2 നിയോഗങ്ങൾ ഇതിനകത്ത് സമർപ്പിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒരു 43 ദിവസത്തേക്ക് നിങ്ങൾ ഇത് പൊക്കോളം. ഇപ്പോൾ 27-ാം ദിവസമാണെങ്കിൽ പേടിക്കേണ്ട, ഇത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തുടർന്ന് വിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 43 ദിവസത്തെ നിയോഗം നിങ്ങൾ സമർപ്പിച്ചിട്ട് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുക. പിന്നെ സമയം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ ഒക്കെ സമർപ്പിക്കുക കേട്ടോ. ഇത് കഴിയുമ്പോൾ കുറച്ച് നേരം ഈ ടീമിന് വേണ്ടിയിട്ടും പാവ്യായനിക്കും നാളെ ഒരുക്ക പ്രാർത്ഥന, മറ്റന്നാൾ താമസമുള്ള ധ്യാനമാണ്. അതിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടി മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഈ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. പ്രത്യേകിച്ച് നൊയിമ്പിലെ ധ്യാനമായതുകൊണ്ട് മഹാ അത്ഭുതങ്ങളായിരിക്കും. ഹല്ലേലൂയ. ധ്യാനം കൂടാത്തവരാണെങ്കിൽ മക്കളെ, നിങ്ങൾ വ്യാഴാഴ്ച വരികയാണെങ്കിൽ നല്ലൊരു അനുഭവമായിട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു, നിങ്ങൾ സമർപ്പിക്കുക. അതിനുള്ള സമയമാണ്. നിങ്ങൾക്ക് അസാധ്യമായ കാര്യം ദൈവത്തിന് സാധ്യമാണ്. സമർപ്പിക്കുക. കർത്താവേ, ഈ മക്കളെ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ കർത്താവേ, ഈ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് അങ്ങ് നടത്തുന്ന ധ്യാനം 13-ാം തീയതി മുതൽ 16-ാം തീയതി രാവിലെ വരെ, 16-ാം തീയതി വൺ ഡേ ധ്യാനമുണ്ട്, അതും സമർപ്പിക്കുന്നു. തൈക്കൽ കൺവെൻഷൻ
ഏപ്രിൽ 8 മുതലുള്ള കൺവെൻഷനെ സമർപ്പിക്കുന്നു. മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് എത്ര പെട്ടെന്ന് അത് തീർത്തു തരണമേ. അതിനാവശ്യമായ ഇതെല്ലാം ദൈവമേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, വേദനയോടെ കടന്നു വരുന്ന മക്കൾ, വേദനിക്കുന്ന മക്കൾ, വേദനയാൽ ആയിരിക്കുന്ന മക്കളുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നേരെ കടന്നു വരുന്ന എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് പരിപൂർണ മോചനം കൊടുക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മലാഹമാരെ, കാവൽ ദൂതരെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കാവൽ മലാഹമാരെ പ്രാർത്ഥിക്കണമേ. എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ജോലിയില്ലാതെ മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അപ്പനപ്പാപ്പന്മാർ, അമ്മമാർ വേദനയോടായിരിക്കുന്ന ആ മക്കൾക്കൊരാശ്വാസവാക്ക് ഞങ്ങൾക്ക് പറയുവാൻ അവിടുന്ന് അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനും ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന കേന്ദ്രവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞവളേ, ബഥേൽ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ മക്കളുടെ അവസ്ഥ എന്താണോ കണ്ടറിഞ്ഞ് സർവശക്തനായ ദൈവത്തോട്, യേശുവിനോട് മധ്യസ്ഥ യാചിച്ച് അവിടുന്ന് സ്വർഗസ്നായ പിതാവ് അനുഗ്രഹം ചൊരിയട്ടെ. നിങ്ങളുടെ ഏത് വേദനകളായിരുന്നാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും. മക്കളെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ കർത്താവേ. ഇവരുടെ സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇവരുടെ പേപ്പേഴ്സ്, വിസയുടെ തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കണമേ കർത്താവേ. IELTS, OIT കർത്താവേ, NSRH എഴുതാൻ പോകുന്ന മകള് കർത്താവേ, അതെല്ലാം പാസ്സാക്കി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മത്സ്യത്തൊഴിലാളികളുണ്ട്, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, എല്ലാം ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നീതിമാനായ വിശുദ്ധ ഔസേപിതാവേ, അനേകായിരങ്ങൾ ഇന്ന് നുവേന നടത്തുന്നു, നുവേനയ്ക്ക് പോകുന്നു. നീതിമാനായ ഔസേപിതാവേ, ഇന്ന് ഈ മക്കളെ സമർപ്പിച്ച, ഇതിനോട് ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേ. നീതിമാനാം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ. ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആമേൻ.